ഈ തളിപ്പറമ്പ് ഇത്തവണ ആര് തൂക്കും? തളിപ്പറമ്പ് TK ഗോവിന്ദൻ മാഷ് ബമ്പേ പരാജയമായിരുന്നു. എന്താ കാര്യം? കാര്യം പറഞ്ഞാല് മുൻ സഖാവാണ്. ഞാൻ സഖാവാണ്. പാർട്ടി വിരുദ്ധ പറഞ്ഞിട്ട് പോയതാണ്. അദ്ദേഹം പറഞ്ഞ അരവള്ളൊന്നും കാര്യമില്ല. ഒരു കാര്യമില്ല. ശ്യാമള ടീച്ചർ സുഖമായിട്ട് ജയിച്ചു കയറും. എന്താ ഒരു പ്രതികരണം? നല്ല പ്രതികരണം തന്നെ. നല്ല വിജയത്തോടെ ജയിക്കും. ശ്യാമള ടീച്ചർ മുൻ വിജയത്തോടെ ജയിക്കും തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും ഭൂരിപക്ഷം കൂടും ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരണം. എന്നാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ടാവും. അവിടെ ദാരിദ്ര്യം ആയിക്കഴിഞ്ഞാലും അതേപോലെ പട്ടിണി ആയിക്കഴിഞ്ഞാലും അതേപോലെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ പിണറായി LDF ഗവൺമെന്റ് ഒന്നും കൂടെ വരണം. അത് വന്നു കഴിഞ്ഞാൽ ഇവിടെ വികസനം ഉണ്ടാകും. എന്താ ഈ തളിപ്പറമ്പിലെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെയാണ്? രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുമ്പം മോശമല്ല. ഇവിടെ LDFന്റെ നല്ല വർക്കാണ്. മുഴുവൻ ആളുകളും പിന്നെ അതിന് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതിനോട് മറ്റിൻ്റെ ഇപ്പുറത്തുള്ള 2 വർഷത്തിലൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഏറ്റവും കൂടുതലായി പ്രവർത്തനമാണ് ഇവിടെ. നല്ല പ്രവർത്തനമാണ്. ഒരുപാട് ജയിച്ചു കയറിപ്പോ. ഈ ശബരിമല സ്വർണ്ണക്കള്ളയൊക്കെ പിന്നെയും ഉന്നയിക്കുന്നുണ്ട്. ഒറ്റ പാട്ടൊക്കെ വലിയ രണ്ടാമത് UDF എടുത്ത് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, സർക്കാർ പൊതുവെ വികസനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജനങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വികസനം തന്നെയാണ് ഇപ്രാവശ്യം വോട്ടായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും തളിപ്പറമ്പിൽ LDF തന്നെ ജയിക്കും. കേരളത്തിലുടനീളം എങ്ങനെയാ ഒരു കാലാവസ്ഥ? എന്താ കേരളത്തിൽ കോൺഗ്രസ് ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ പടച്ചെടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമ്മളെ സോഷ്യൽ ടീം അടക്കം അതിനെ എതിർക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളപ്പോഴത്തെ യുവാക്കളടക്കം ഈ പറയുന്ന പോലെ തന്നെ വികസനവും നല്ലൊരു നേട്ടം തന്നെയാണ് നമ്മുടെ തളിപ്പറമ്പിൽ വേണ്ടതെന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും LDF തന്നെ ജയിക്കും. മൊത്തം കേരളത്തിൽ നോക്കുകയാണെങ്കിൽ LDF തന്നെ നല്ല വിജയം കിട്ടും. ഈ പോറ്റിയെ കയറ്റിയെന്നൊക്കെയുള്ള പാട്ട് പിന്നെയും UDF ഇറക്കിക്കൊണ്ട് വരുന്നുണ്ട്. നഗ്നമായ സത്യങ്ങളോട് വേണ്ട. ചാനലുകൾ ഭൂരിപക്ഷവും LDFനെതിരാണ്. പക്ഷെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ജയിച്ചിരിക്കും. അവരൊന്നും ഞങ്ങൾ വിഷയമല്ല. ഞങ്ങൾ അടിസ്ഥാനപരമായി ജനങ്ങളൊപ്പരാണ്. എത്ര കൊമ്പ് കുലുക്കിയാലും ഞങ്ങൾ ജയിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായും സഖാവ് പറഞ്ഞ പോലെ തന്നെ എന്താ ഒരു അഭിപ്രായം? നല്ല അഭിപ്രായം തന്നെ. വികസന പ്രവർത്തനം തളിപ്പറമ്പിൽ എങ്ങനെയാ അവസ്ഥ? നല്ല ടീച്ചർക്ക് എന്തായാലും ഭൂരിപക്ഷം കൂടും. എന്താ വീഡിയോ ഒക്കെ എടുക്കാണല്ലോ? പറയില്ല. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് അവിടെ സ്ത്രീകളെ ഒന്ന് കാണാമെന്നാണ്. ചേച്ചി, എന്താ തളിപ്പറമ്പ് ഇത്തവണ ടീച്ചർ തൂക്കുമോ? ടീച്ചർ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ സ്വന്തം സഹോദരി, സ്വന്തം സഖാവ്, ആ സഖാവ് വിജയിക്കും. പരാജയപ്പെടേണ്ട ആവശ്യം കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതകരമായ കാര്യങ്ങളല്ലേ. പിന്നെ എന്തിനു പരാജയപ്പെടണം? എന്താ അഭിപ്രായം? എന്താ ഇത്തവണ എങ്ങനെയുണ്ട് തളിപ്പറമ്പ്? ടീച്ചർ വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും, ഒരു സംശയമില്ല. ഈ ശബരിമല സ്വർണ്ണക്കുള്ളൊക്കെ ജനം ചർച്ച ചെയ്യുന്നുണ്ട്. അതെല്ലാം വെറുതെ എന്തെല്ലോ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അതിലൊന്നും ഒരു വാസ്തവമില്ല. ഈ പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ പിന്നെ ഇറക്കുന്നുണ്ടല്ലോ. അതിപ്പോ ഇല്ലല്ലോ, ഇപ്പൊ പാടുന്നില്ല. പിന്നെ തുടങ്ങി, ഇന്നലെ മുതൽ തുടങ്ങി. അതെല്ലാം അവർ പാടുവോ വായിക്കോ എന്തോ ചെയ്യട്ടെ, അതൊന്നും പ്രശ്നമില്ല. അവർ പ്രശ്നമില്ല. നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. ഒന്നും ബാധിക്കൂല. എന്താ അഭിപ്രായം? പറഞ്ഞതന്നെ മാറ്റമൊന്നുമില്ല. നല്ല ഭൂരിപക്ഷത്തിൽ നമ്മൾ ടീച്ചർ ജയിക്കും. LDFന് അധികാരത്തിൽ വരികയും ചെയ്യും. പിണറായി വിജയൻ തന്നെ ഭരിക്കും. നല്ല ഭരണം തന്നെയല്ലേ. ഭരണത്തിന് മോശം പറഞ്ഞില്ല. ആരും പറയില്ല ഭരണത്തിന് മോശം ഉണ്ടോന്നുള്ളത്. നല്ല ഭൂരിപക്ഷം മോശമൊന്നും ഉണ്ടായിട്ടില്ല. 3ാം ഭരണവും പിണറായി വരണം തന്നെയാണ്. നമ്മള് ഒന്നാമതെന്ന് പറഞ്ഞ സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടുന്ന ഒരു സർക്കാർ തന്നെ നമുക്ക് വേണ്ടത്. ശ്യാമള ടീച്ചർ ജയിച്ച മന്ത്രിയാവും. എന്തായാലും ആവും. ശ്യാമള ടീച്ചർ ജയിക്കണം തന്നെയാ പറയുന്നത്. ജയിച്ച മന്ത്രിയാവോ? മന്ത്രിയാവോ ഇല്ല എന്നേരം അറിയാം. നമ്മളെല്ലാരും ശ്യാമള ടീച്ചർ ഒപ്പം തന്നെയാണ്. എന്താ അഭിപ്രായം? ശ്യാമള ടീച്ചർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും എന്നാണ് പറയാനുള്ളത്. ഈ LDFന് തുടർ ഭരണം കിട്ടും തന്നെ പറയാനുള്ളത്. അത്രയും നല്ല മികച്ച പ്രവർത്തനമാണ് നമ്മളെ LDF സർക്കാർ നടത്തിയിട്ടുള്ളത്. വീണ്ടും LDF വരും. എല്ലാരും വീണ്ടും LDF വരും എന്ന് പറയുന്ന ആളാണ്. എന്താണ് ചേച്ചി, എന്താ ഒരു സന്തോഷമുണ്ട്. ഇടതുപക്ഷം ശ്യാമള ടീച്ചർ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും. ഈ ശബരിമല സ്വർണ്ണക്കുള്ളയൊക്കെ ചർച്ചയാകുന്നുണ്ടോ? അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അതെല്ലാം എന്റെ വഴിക്കങ്ങ് പോകും. പാട്ടൊക്കെ പിന്നെ ഇറക്കുന്നുണ്ട്. അവര് തോറ്റ പഠിപ്പല്ലേ അത്. നമ്മള് എന്താ പറയണ്ട്, ജനങ്ങളെ ഇതാക്കാൻ വേണ്ടിട്ട് വെക്കുന്നല്ലേ. എന്താ പറയാ? ടീച്ചർ ജയിക്കും എന്തായാലും. കേരളത്തിൽ എന്താ അവസ്ഥ? കേരളത്തിൽ നല്ല അവസ്ഥയാ. എല്ലാവർക്കും നല്ല പിന്നെ ഒരു സാമ്പത്തികമായാലും സ്ത്രീ സുരക്ഷാ പെൻഷനായാലും എന്ത് സഹായവും നമ്മളെ ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ സന്തോഷത്തിലാണ്. തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെയുണ്ട്? നല്ലതന്നെ. അടിപൊളി. ടീച്ചറിന്റെ പ്രചാരണമൊക്കെ അടിപൊളി. എത്ര വോട്ട് ടീച്ചർ ജയിക്കും ഇവിടെ തളിപ്പറമ്പിൽ? എത്ര വോട്ട് ടീച്ചർ ജയിക്കും തളിപ്പറമ്പിൽ? അത്
എനിക്കങ്ങനെ തീർച്ച പറയാൻ പറ്റില്ല. എങ്കിലും വൻ വിജയം ഉണ്ടാവും. വൻ വിജയം ഉണ്ടാവും. ശരി, അപ്പൊ അതാണ് തളിപ്പറമ്പിലെ ജനങ്ങൾക്ക് പറയാനുള്ളത്. ശ്യാമള ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന അഭിപ്രായം പങ്കുവെക്കുന്നു. വ്യത്യസ്ത അഭിപ്രായമുള്ള ആരെയും ഞാൻ ഈ പ്രദേശത്ത് വന്നപ്പോൾ കണ്ടില്ല. നമുക്ക് മറ്റു മേഖലയിലേക്ക് പോയി നോക്കാം.